റസൂൽ ചൊല്ലുടെ ഹദീസ് കൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഒരു ഹദീസിൽ ചൊല്ലുടു, മൂന്ന് വിഭാഗം മനുഷ്യന്മാർ ആ മനുഷ്യന്മാരെ സഹായിക്കരുത്, ആ മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കരുത്, ആ മനുഷ്യന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യത്തും ഏർപ്പെടുത്തി കൊടുക്കരുത്. അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. മൂന്ന് വിഭാഗം ആളുമാർ അല്ലാഹുവിന്റെ മേലെ ബാധ്യതയാണ് സഹാബ. ആ മൂന്ന് വിഭാഗത്തെ സഹായിക്കരേ ചൊല്ലത്, ആ മൂന്ന് വിഭാഗത്തെ കൈവിടില്ല ചൊല്ലത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അഥവാ അല്ലാഹു ഏറ്റെടുത്ത മൂന്ന് വിഭാഗമാണ്. അങ്ങനെ ഒരുക്കം അല്ലാഹു കൈവിടാല, അങ്ങനെ ജീവനത്തിൽ അല്ലാഹു സോക്കണു കൂടാല, അങ്ങനെ ജീവനത്തിൽ അല്ലാഹു ദുഃഖത്തെ കൊടുക്കാല. നൈമിഷികമായ ദുനിയാവിടെ ജീവനത്തിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ബേജാറാ ചെറിയ ചെറിയ ദുഃഖങ്ങളാവണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സഹായിക്കരുത് ചൊല്ലത്. അങ്ങനെ ഏത് നേരത്തിലും കൈവിടാടിക്കരുത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. ആ മൂന്ന് വിഭാഗം ആളുമാർക്ക് പിന്നെ ഒരു പേടി വേണ്ട. ആ മൂന്ന് വിഭാഗം ആളുമാരെ സഹായിക്കണു അല്ലാഹു വാഗ്ദാനം ചെയ്തരാണ്ട് കണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ പേടിക്കണം മുസ്ലിമേ. ഈ ദുനിയാവ് കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരിയല്ല ഫിർഔന്റെ കാണവർ ധിക്കാരിയായ തമ്മാടിയായ ഭരണാധികാരി നിങ്ങൾ കണ്ടറാറാ. ഇന്നും ഞങ്ങൾ എല്ലാ റക്അത്തിലെ നിസ്കാരത്തില് ഓരോ റക്അത്തിലും രണ്ട് വട്ട സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിക്കൽ അഅലാ, ഏറ്റവും അഅലയായ പരിശുദ്ധനായ ഉന്നതനായ നിന്റെ റബ്ബുണ്ടല്ലോ, അവന് പരിശുദ്ധനുണ്ട് നിന്റെ മനസ്സിലെന്നാണ് ഉറപ്പിക്കുക. സുജൂദ് നിങ്ങൾ നോക്കൂ, അഅലയായ റബ്ബ് ഏറ്റവും ഉന്നതനായ പോരിശയുള്ള കൻകത്ത് ഏറ്റവും ഉന്നതമായ തലപ്പത്ത് നിൽക്കുന്ന എല്ലാ അധികാരമുള്ള അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹു നാണ് ചൊന്ന് വാദിച്ച ആളാണ് ഫിർഔൻ. അന റബ്ബുകുമുൽ അഅലാ, നിങ്ങളെ അഅലയായ റബ്ബെന്നാണ് ചൊന്ന് വാദിച്ച കൻകത്ത് തമ്മാടിയാണ് ഫിർഔൻ. ആ ഫിർഔൻ മൂസാ നബിയെ കൊല്ലുക പോകുമ്പോ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ബനൂ ഇസ്രായേലികളെ കൊല്ലുക പോകുമ്പോ ഫിർഔന്റെ അധികാരം എന്തിനേണ്ടു അറിഞ്ഞ കനിക്കത്തെ മൂസാ നബി ആളുമാറ് ഫിർഔൻ എങ്ങനെ ഒരാളെ കൊല്ലുക വിചാരിച്ചെങ്കിൽ എത്ര ക്രൂരമായിട്ട് കൊല്ലോ ചെന്നിട്ടു. സ്വന്തം പെഞ്ഞായിരെ കൊന്നതുക്ക് ദൃക്സാക്ഷിയായ പല ആളുമാറും ആ സമൂഹത്തിലുണ്ട്. ഫിർഔൻ ചൊമ്മ സ്നേഹിച്ച കനിക്കത്തെ പിൻസാക്കിയ കനിക്കത്തെ ആസിയാ ബീബി റളിയല്ലാഹു അൻഹാരെ പോലും ഫിർഔൻ എത്ര ക്രൂരമായിട്ടാണ് കൊന്നുരേ ചൊന്നത്. കണ്ണുകൊണ്ട് കണ്ട പല ആളുമാറും ഫിർഔന്റെ ಬಗ್ಗೆ പേടിയുണ്ട്. ആ ഫിർഔൻ മൂസാ നബിയെ ആളുമാരെ കൊല്ലുക വേണ്ട ചൊല്ലുമ്പോ ആ സമൂഹത്തൊട്ടിക മൂസാ നബി വരെ പടക്ക ചൊല്ലോട്, ഇന്ന റബ്ബീ മഈ, നിന്റെ റബ്ബ് നിന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങള്, അല്ലാഹു നിന്റെ കൂടെ ഇരിക്കുമ്പോ ഫിർഔനെ പേടിക്കണ്ട. അക്രമിയായ ഭരണാധികാരിയായ ഫിർഔനെ നിങ്ങൾ പേടിക്കൊന്നുകൊണ്ടില്ല. കാരണം ഫിർഔന് ജന്മം കൊടുത്ത കൻകത്തെ, ഫിർഔന് അധികാരം കൊടുത്ത കൻകത്തെ, ഫിർഔന്റെ അധികാരത്തെ നീക്കൊണു കടിവുള്ള കൻകത്തെ, ഫിർഔന്റെ അധികാരത്തെ നിയന്ത്രിക്കൊണുള്ള കൻകത്തെ കടിവുള്ള കൻകത്തെ യജമാനനായ അല്ലാഹു നിന്റെ കൂടെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട ഷമീർദാരി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഈ ദുനിയാവുള്ള എല്ലാ രാജാക്കന്മാരെ അധികാരത്തെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. തോടാറിന് ഇന്നലെ വെച്ചിട്ട് നേരെ ഷമീർദാരി ഉസ്താദിനെ വാദ കേട്ട് നിങ്ങൾക്ക് ഇന്നലത്തെ വാദ ഖൽബിലുണ്ടല്ലേ, ഈ ദുനിയാവിൽ എത്ര വലിയ അധികാരം ഇന്ന ആളാണെങ്കിൽ പോലും, എങ്ങനത്തെ രാജാവാണെങ്കിൽ പോലും, എങ്ങനത്തെ ഭരണാധികാരിയാണെങ്കിൽ പോലും അങ്ങനെ നിയന്ത്രണമില്ല അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു നിന്റെ കൂടെ മൂസാ നബി ചൊല്ലുമ്പോ ബനൂ ഇസ്രായീലിങ്ങൾക്ക് പിന്നെ പേടിയില്ല. ആ ബനൂ
ഇസ്രായേലിങ്ങൾക്ക് പിന്നെ വല്ലാത്ത ധൈര്യമാണ്. കാരണം ഫിർഔന്റെ നിയന്ത്രണവും കടിഞ്ഞാണമുള്ള അല്ലാഹു അങ്ങനെ നബിയായ മൂസാ നബിയൊട്ടിക്കുള്ള ചൊല്ലുമൊത്തു. പിന്നെ മൂസാ നബിക്ക് ആളുമാർക്ക് പേടിക്കുന്ന ആവശ്യകത ഇല്ല. അതല്ല ഈമാനുള്ളങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി 3 വിഭാഗം ആളുമാര്, 3 വിഭാഗം മനുഷ്യന്മാര് അങ്ങനെ സഹായിക്കണോ ചൊല്ലത്. അത് അല്ലാഹുവിന്റെ ബാധ്യതയാണ് സ്വഹാബ. ആ 3 അല്ലാഹുവിന്റെ റസൂൽ ഒരു വിഭാഗത്തെ എന്നെ ചൊല്ലോടോ. വന്നാഖിഹുല്ലദീ യുരീദുൽ അഫാഫ് വന്നാഖിഹുല്ലദീ യുരീദുൽ അഫാഫ്. അല്ലാഹുവെ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വ്യഭിചാരം പോലോത്തത് നിന്റെ ഭാഗത്തിൽ വന്നു പോയിരുവാചൊന്ന് പേടിച്ചിട്ട് അല്ല പൊരുത്തപ്പെടാതെ ഹറാമാക്കിയ സംഗതി മീത നിന്റെ ഭാഗത്തിൽ വന്നു പോവാചൊന്ന് പേടിച്ചിട്ട് ഒരാളെ പരിശുദ്ധമായ നിക്കാഹുകളുടെ വൈവാഹിക ജീവനാചുള്ള ബന്ധത്തിൽ ഏർപ്പെടാണ്ട് കണ്ടെങ്കിൽ ആ നിക്കാഹ് അവിടെ ഉണോ. വ്യഭിചാരത്തെ പേടിച്ചിട്ട് ചാരിത്രം സംരക്ഷിക്കുന്നത് വേണ്ടി 6 മഹിള അവനുക്ക് ഭർത്തായരാണ്. അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹു നിന്റെ സഹായത്തെ ഏറ്റെടുത്തിരിക്കുമ്പോ ബാലക്കാര ഈമാനുള്ള പെങ്ങള് പിന്നെ ദുനിയാവുടെ ദാമ്പത്യ ജീവനത്തിൽ പരാജയ ആവണുക തീരാ. പിന്നെ ദാമ്പത്യ ജീവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണുക തീരാ. പിന്നെ ദാമ്പത്യ ജീവനത്തിൽ എന്തെങ്കിലും വലിയ വലിയ മുസീബത്തുകൾ വന്നു പോണുക തീരാ. ജീവനത്തെ അവസാനിപ്പിക്കണോ ചൊല്ലേ ചിന്റെ മനസ്സൊക്കെ ബണ്ടകൻകത ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണുക തീരാ. അല്ലാഹുടെ സഹായം നിന്റെ കൂടെ ഉണ്ടോ ചൊന്നോട്ടോ. അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടതിന്റെ കണ്ടുകൊണ്ടില്ല മുസ്ലിമേ. ഇന്റെ എത്ര ജാഗര മങ്ങിലായിട്ട് തിങ്ങൾ കലിയുമ്പോ തൊലാകടെ വായിലേക്ക് തരേ മങ്ങിലായിട്ട് വർഷം പൂർത്തിയാവിടേക്ക് വന്നോളൂ. സുബ്ഹാനല്ലാഹ് കറുപ്പും ചായ പിന്നെ ആത്മഹത്യ ചെയ്യേ സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കില്ലേ. ഹറാം എന്തിരെ ഹലാൽ എന്തിരേണ്ട தெரியாத പൊടി കിടാവിടെ പോലും കൊളത്തുക പൽച്ചെറിഞ്ഞിട്ട് കൊളത്തുക തുള്ളിട്ട് ആത്മഹത്യ ചെയ്ത ഉമ്മമാരുണ്ടോ. എല്ലാത്തെ കാരണത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിന്റെ പിറകെയുള്ള രഹസ്യ ദാമ്പത്യ ജീവനത്തിൽ ഉണ്ടായ പരാജയമാ. ഈ മരണത്തിന് കാരണം അഥവാ പല ആളുമാരും അനിരീക്ഷിതമായി ഇങ്ങനത്തെ മരണത്തിന് കാരണം ദാമ്പത്യ ജീവന പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ ഈ ദാമ്പത്യ ജീവന പരാജയപ്പെട്ടു പോയി അഥവാ മങ്ങിലായിട്ട് നല്ല റാഹത്തിൽ പോണഞ്ചും 25-30 വർഷം ആയിത്തു ചൊന്നെങ്കിലും നല്ല റാഹത്തിലെ ദാമ്പത്യ ജീവനമാ. മുഞ്ഞാത്തെ കണിക്കാൻ സിൽവർ ജൂബിലിയായ പേപ്പറിലുള്ള ഫോട്ടോ വന്ന് നവദമ്പതികൾ പുതിയ മാപ്പിള വെഞ്ഞായി മാറന്തു മങ്ങിലായ നവദമ്പതികൾ എന്തുള്ള 10-25 വർഷത്തിന് മുന്നിൽ മങ്ങിലായ ആളുമാറി സിൽവർ ജൂബിലി ആക്കിയിട്ട് പേപ്പറിലുള്ള ഫോട്ടോ വന്ന്. പക്ഷെ അങ്ങനെ മനസ്സിൽ വലിയ ബേജാറുണ്ട്. എന്തൊരു ബേജാറ്. മക്ക ചൊന്നക എനിക്ക് കേൾക്കില്ല ഉസ്താദ്. മക്ക ചൊന്നക എനിക്ക് കേൾക്കില്ല. ഏത് അബ്ബവും ഈ ബേജാറില്ല. ഞങ്ങളെ മക്ക ഞങ്ങളെ കൺട്രോളില്ല. ഞങ്ങളെ മക്ക ഞങ്ങ ചൊന്നക എനിക്ക് ഇല്ല. അതായത് ഈ ദാമ്പത്യ ജീവനത്തിലല്ലേ മക്കൾ ഉണ്ടായേ. ആ ദാമ്പത്യ ജീവനത്തെ പരാജയത്തെ കൂട്ടത്തിലാണ് അബ്ബാവും അനുസരിക്കാത്ത മക്കളുണ്ടായി. എന്റെ ഈ ദാമ്പത്യ ജീവന പരാജയപ്പെട്ടു പോണുകൊല്ല കാരണം ചാരിത്ര സംരക്ഷിക്കുന്നത് വേണ്ടി വ്യഭിചാരം പോലത്തത് വന്നു പോവാച്ചൊന്ന് പേടിച്ചിട്ട് ഒരാൾ നിക്കാഹ് ആവണമെങ്കിൽ അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തു. സ്വാദിഖുൽ മസ്ദൂഖായ ജീവിതത്തിൽ ഒരു കളവ് പോലും വരണുക സാധ്യതയില്ല. സ്വന്തം ശത്രുക്കൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലുക വേണ്ടി ബാലൂരി നടക്കിടക്കനിക്കത്തെ ശത്രുക്കൾ പോലും ചൊല്ലിന്തരകൊണ്ടുണ്ട് മുഹമ്മദിനെ നാവുൽ കളവ് വരാലാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായ വലീദ് ഇബ്നു മുഗീറ റസൂലുള്ളാഹി തങ്ങളുടെ വേണ്ടാത്ത ആക്ഷേപങ്ങൾ മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ ഒരു ആരോപണം മക്കത്തിൽ പ്രചരിപ്പിച്ചിട്ട് നരേന്ദ്രഗോത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പോലും ഉൾപ്പെട്ടുപോയ കനിക്കത്തെ ഒരു അപവാദം. അല്ലാഹുവിന്റെ റസൂൽ ടെൻഷനാക്കി പോയ കനിക്കത്തെ ഒരു അപവാദം റസൂലുള്ളാഹി തങ്ങളുടെ മേൽ വെച്ച് കെട്ടിയ എന്തിനാ അപവാദം കൊണ്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ടെൻഷനാക്കി കനിക്കത്തെ അപവാദം. അല്ലാഹുവിന്റെ റസൂലിനെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് പിരാന്തായി കനിക്കത്തെ ഒരു അപവാദം പറത്തിയാർ.
വേറെല്ലാം പോട്ടെ, വേറെ എന്തും അള്ളാന്റെ റസൂൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബുദ്ധിഭ്രമണായത്, മാനസിക അസ്വസ്ഥനാണ്, പിരാന്താ ചൊല്ലക്ക് എനിക്ക് അപവാദം പറത്തിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അപവാദം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പേടിച്ചുപോയി. അള്ളാന്റെ റസൂലുക്ക് ടെൻഷനായി. എന്റെ കാരണം വേറെ എന്തൊരു ചൊല്ലെങ്കിലും ആളുമാർ നമ്മുടെ കനിക്കത്തെ പരിസ്ഥിതി അള്ളാഹുടെ ഉള്ളിൽ അങ്ങ് അള്ളാന്റെ റസൂലിന്റെ ಬಗ್ಗೆ എന്ത് ചൊല്ലോകത്തില്ല. ഏകദൈവ വിശ്വാസത്തെ സന്ദേശത്തെ ലോകത്തേക്ക് എത്തിപ്പാട്ടി തന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനത്തെ ഒരു പുതിയ ഒരു വാദത്തുകായിട്ട് വന്നിരെ ആൾമാരെ നടുവിൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ വേണ്ടി ചൊന്നെങ്കിൽ മക്കത്തിൽ ഒരാളും നമ്പാല അതിലെ വ്യാമോഹം അള്ളാന്റെ റസൂലുകില്ല. അള്ളാഹ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പരസ്പരം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഭിന്നിപ്പ് പറപ്പാട്ടിട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധത്തെ മുറിക്കുന്നത് വേണ്ടി ചൊല്ലുമ്പോൾ ആരും നമ്പാല. കാരണം അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമേ കുടുംബ ബന്ധത്തെ മുറിച്ച് രണ്ടാണ്. പിന്നെ സാമ്പത്തികമായിട്ട് അള്ളാന്റെ റസൂൽ കുറെ പൈസ ഉണ്ടാക്കുന്ന ചൊല്ലെ നിലക്കുണ്ട് കണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ചൊല്ലെ ഉഹുദ് പർവ്വത ബംഗാറായിട്ട് എന്റെ കൈക്ക് കിട്ടിയെങ്കിൽ പോലും സ്വഹാബ നേരെ ബൽക്കരിക്കും നിങ്ങൾ ഇങ്ങനെ 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 കൊടുത്തിട്ട് അതിനെ തീർക്കുക. ഉഹുദ് പർവ്വത ചൊന്നെങ്കിൽ സാധാരണ ഒരു കുറ്റമാണ്. മദീനത്തെ പരിസരത്തിൽ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന കനികത്തെ വിശാലമായ ആ പർവ്വതത്തെ കാട്ടിട്ട് അല്ലാണ്ട് റസൂൽ ചൊല്ലുന്ന അബൂ ഹുറൈറ ഈ പർവ്വതമീത്ത് ബംഗാറായിട്ട് ദഹബായിട്ട് എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് നേരെ ബൽക്കടേക്കുമെന്നുള്ള അതിനെ തീർക്കുക. സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭവും ഒരു നേട്ടവും ഒരു ആശയും പ്രതീക്ഷിക്കാതെ അള്ളാന്റെ റസൂൽ ഒരവസരത്തിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് സലാം വിറ്റ സാധക അള്ളാന്റെ റസൂൽ എഞ്ചിട്ട് ഒരു പോക്ക് വേഗം സ്വഹാബികൾ അല്ലാഹ് ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്തിനെ നബി തങ്ങൾ ഇങ്ങനെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാന്റെ റസൂൽ എന്ത് ഇങ്ങനത്തെ ഒരു പോക്ക് പോയി. തെല്ല് നേരം അള്ളാന്റെ റസൂൽ മടങ്ങി വന്നിട്ട് ചൊല്ലു സ്വഹാബ എന്റെ ഔത്തുള്ളൂർ സാമണ് ബാക്കി എന്ത് അതിന് അവകാശങ്ങൾക്ക് പാവത്തെ ഒരാളുമാരോ കൊടുക്കുന്നത് വേണ്ടി നിനപ്പായിട്ട് മണ ഓടിരേ എന്തിനെ എന്ത് അള്ളാന്റെ റസൂൽ ഒട്ടുക അത് അവകാശപ്പെട്ട ആളുമാർക്ക് ഇന്നെങ്കിൽ അങ്ങ് അള്ളാന്റെ റസൂൽ എത്തുപാട്ടി കൊടുത്തു. ഏതെങ്കിലും ഒരു പാവത്തെ ഒരു ഫക്കീരനായ ഒരാളും ഈ അല്ലാന്റെ റസൂലിന്റെ പള്ളിക്ക് വന്നെങ്കിൽ നബിയെ നാനെന്ത് തിന്നിട്ടില്ല നബിയെ നാനെന്ത് കുടിച്ചിട്ടില്ല നബിയെ ചൊന്നെങ്കിൽ അല്ലാന്റെ റസൂൽ അതാ ഒരു തിന്നാത്ത ഒരാൾ വന്നത് ഇണ്ടത്തെ പിരിവ് അയാൾ കണ്ടു ചൊല്ലല്ല റസൂലുള്ളാഹി തങ്ങൾ നേരെ എഞ്ചിട്ട് ഔത്തുക്ക് പോകും. ആയിഷ മദീനത്തെ പള്ളി ഒരു പാവപ്പെട്ട ഒരു ഫക്കീരനായ ഒരാൾ വന്നത് എന്തെങ്കിലും തിന്നുകൊണ്ട കുടിക്കൊണക്ക് എന്തെങ്കിലും ഉണ്ട് എന്തു ഇല്ലാണ്ട് അവിടെ കണ്ടെങ്കിൽ സഹായിക്കൊണക്ക് ഒരു നിലക്കും സാധ്യമില്ല ചൊല്ലുടെ ബറവസ് അവിടെ ആയെങ്കിൽ അള്ളാന്റെ റസൂൽ പിന്നെ അപ്പുറത്തെ സ്വഹാബികളിട്ടൊക്കെ കേൾക്കൂ ഇയാളുടെ ഇണ്ടത്തെ ചെലവ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കിടാറാണ്. അതാണ് അള്ളാന്റെ റസൂൽ. അപ്പൊ ആ റസൂലുള്ളാഹി തങ്ങൾ പൈസ കാസുക കൊതിച്ചിട്ട് ആൾമാരെ നടുള്ള സ്ഥാനമാനത്തേക്ക് വേണ്ടിയിട്ട് അധികാരത്തേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പുതിയ ഒരു വാദ അള്ളാന്റെ മാത്രം ആരാധിക്കണോ ചൊല്ലുടെ എനിക്ക് ഒരു വാദവുമായിട്ട് ബന്ധിരോ ചൊന്നെങ്കിൽ ആൾമാർ നമ്മുടെ പരിസ്ഥിതിയിലില്ല. അപ്പയാണ് ഈ വലീദ് ഇബ്നു മുഗീറ ചൊല്ലുക എനിക്കത് മനുഷ്യ ചൊന്നേ എന്നാണ് ഒരു അഭിപ്രായം ചൊല്ലട്ട. നിങ്ങൾക്കത് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ, അല്ലെങ്കിൽ അതിന് കൈവിടുവാൻ. അപ്പൊ ആൾമാർ കേട്ടാറ് ചൊല്ലോര് എന്തൊരു അഭിപ്രായം നോക്കുക. അപ്പൊ അഭിപ്രായം എന്തിനേണ്ടി കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ വലീദ് ഇബ്നു മുഗീറ ചൊന്നെന്തിനെ കൊണ്ടുണ്ട മുഹമ്മദ് നബിക്ക് പിരാന്ത് പിടിച്ചിട്ട് പ്രചാരക്കുവാൻ. അപ്പൊ അത് ആളുമാർ സ്വീകരിക്കുവാറ്. കാരണം ഇണ്ടേ വരേക്കും ആളുമാർ കേട്ട കനിക്കത്തെ ഒരു വാദത്തിൽ അള്ളാഹ് വന്നിരെ അള്ളാന്റെ റസൂലിന്റെ വാദ പുതിയൊരു വാദ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് കേട്ടിട്ട് പരിചയമില്ലാത്ത കനിക്കത്തെ ഒരു വാദമല്ല ഏകദൈവ വിശ്വാസ. ഈ വാദവുമായി വന്ന അള്ളാന്റെ റസൂലിന്റെ മേൽ ഇങ്ങനത്തെ ഒരു അപവാദ ഇടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ടെൻഷനിലായി പോയിട്ട് ആ സമയത്തിൽ അള്ളാന്റെ റസൂലെ സമാധാനിപ്പിച്ച് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേല് അള്ളാന്റെ റസൂലെ മനസ്സുക ബേജാറാവിടെ രൂപത്തിൽ ഇങ്ങനത്തെ ഒരു അപവാദ കൊണ വന്ന കനിക്കത്തെ ഒരാളായ വലീദ് ഇബ്നു മുഗീറ ആ ദുഷ്ടനായ ആളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചു ചൊല്ലുടൂ. എങ്ങനത്തെ ആക്ഷേപ കൊണ്ടുണ്ട മുസ്ലിമേ ഒലിമ്പോ തരത്തിലുണ്ട് ಬಗ್ಗೆ വേണ്ടാത്ത അഭിപ്രായങ്ങൾ അല്ലാണ്ട് ഖുർആൻ ചൊല്ലുടൂ. ആ മനുഷ്യന്റെ ഒട്ടിക ഇന്ന കനിക്കത്തെ ആ മനുഷ്യന്റെ ഒട്ടിക ഇന്ന കനിക്കത്തെ കുറവുകള് ആ മനുഷ്യന്റെ ഭാഗത്തിൽ ഉണ്ടാവിടെ കനിക്കത്തെ വേണ്ടാത്ത പ്രവർത്തനങ്ങള് ഓരോന്ന് ലിസ്റ്റാക്കി ചൊന്നതുപോലെ ഒലിമ്പോണത്തെ അടയാളങ്ങൾ അല്ലാണ്ട് ഖുർആൻ ചൊല്ലുടൂ.
അള്ളാന്റെ റസൂല് പിതാന്ത് പിടിച്ച് രുചിയുടെ കളവ് അപവാദാക്കി കനക്കത് വലിയത് ആ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ ചൊല്ലുടോ ആ മനുഷ്യന്റെ വാദ പച്ച കളവാണ് അള്ളാന്റെ റസൂല് ബുദ്ധി കൊന്നും സംഭവിച്ചിട്ടില്ല ആ ചൊന്ന ആളാറ് കൊന്തുണ്ട ഇങ്ങനത്തെ ആള് ചൊന്നിട്ടു ഒലിമ്പോണത്തെ അടയാളത്തെ പരിശുദ്ധ ഖുർആൻ ചൊന്നിട്ടു ഒലിമ്പാമത്തെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലോടു ബഅദ ദാലിക സനീം ആ വലീദ് ഇബ്നു മുഗീറ ചൊല്ല മനുഷ്യനുണ്ടല്ലേ അയാളെ വ്യഭിചാരത്തിൽ നിന്ന് ഉണ്ടായ ഒരു മോഹനാണ് സ്വന്തം ബാപ്പക്ക് ജനിച്ച കനക്കത്തെ ആളല്ല വലീദ് ചൊല്ല മനുഷ്യന് സമാജത്തിൽ വലിയ ഗൗരവ ഇന്നകനക്കത്തെ ആള് സമൂഹത്തിൽ വലിയ ഉന്നതമായ വ്യക്തിത്വം അലങ്കരിച്ചാള് മക്കത്തെ മുശ്രിക്കീങ്ങളിൽ ഘട്ടാണുകെട്ടി ആളുമാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് വലീദ് ഇന്ത്യ വരേക്കും ഒരാളും തില്ലാത്ത ഒരു നേരായ വിഷയത്തെ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ വെളിവാക്കി ചൊല്ലുടോ അള്ളാന്റെ റസൂലിന്റെ ബഗ്ഗ വേണ്ടാതെ അപവാദ ചൊന്ന ഒരാളെ ബഗ്ഗ അള്ളാന്റെ ഖുർആൻ ഇത്ര മാത്രം വിമർശിച്ചിട്ട് ചൊന്നിട്ടില്ലെങ്കിൽ വലീദരല്ലാത്ത പിന്നൊരാളുടെ ഖുർആൻ അങ്ങനെ ചൊന്നിട്ടേ ഇല്ല ആ വലീദിനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുടോ അയാള് സ്വന്തം ബാപ്പ കൊണ്ടായ ആളല്ല വലീദ് ആരുടെ മോനുണ്ടാണോ അവകാശപ്പെട്ടേ എഡ്രസ് എഴുതുമ്പോ വലീദ് സന്നാഫ് ആറിട്ടാണോ എഴുതരേ ആ ആള് കൊണ്ടായ മോനല്ല വലീദ് വ്യഭിചാരത്ത് കൊണ്ടായ ആള് എന്ന് ചൊല്ലുമ്പോ വലീദ് സമാജത്തിലെ നാണക്കേട് അനുഭവിക്കുന്ന കനിക്കത്തെ ഒരവസ്ഥ വന്നുപോയ സന്ദർഭത്തില് മക്കത്തിലെ തലത്താത്തര കനിക്കത്തെ പരിസ്ഥിതി നിർമ്മാണായ സമയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ബഗ്ഗ വേണ്ടാത്തത് ചൊന്നു നടന്ന വലിയതുണ്ടല്ലേ ബാളിങ്ങനെ ഊരി പിടിച്ചിട്ട് നേരെ പോണ്ടത് സ്വന്തം ഉമ്മയുടെ മുട്ടയാണ് അല്ലാഹുവിന്റെ റസൂലാണ് ഓതി കൊടുത്തത് വലീദ് വ്യഭിചാരത്തിലുണ്ടായ മോനോ ചൊന്ന് ഓതി കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലാണ് അല്ലാഹുവിന്റെ റസൂലിട്ടിക്ക് അരസക്കാറ്റിന് ബദലുക അല്ലാഹുവിന്റെ റസൂലിനാണ് നാണക്കെടനുക്ക് കാരണമായിത്തല്ലേ ഈ ഖുർആനിൽ നിന്ന് ഓതി ആയത്ത് കൊണ്ടല്ലേ സമാജത്തിലെ നാളെ തലതക്ക് പാട്ടണായി വന്നേ ചൊന്നോട്ടു വലീദ് നബി തങ്ങളിട്ടിക്ക് പകതിയിൽ കൊണ്ടു പോണ്ട ബദലുക നേരെ ബാളും പിടിച്ചു പോണ്ട സ്വന്തം ഉമ്മയുടെ മുട്ടയാണ് എന്നിട്ട് ഉമ്മയുടെ കൽത്തുക ബാളിങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് വലീദ് ചൊല്ല മനുഷ്യനെ ചൊന്ന പലക്കെന്തിനെ കൊന്തുണ്ട് ഉമ്മ നേരെ ചൊല്ലുന്നു നാണ് വ്യഭിചാരത്തിലുണ്ടായ ആളേട്ട് മുഹമ്മദ് ചൊന്നൊരു ആ മുഹമ്മദ് നന്റെ ശത്രുവാണെങ്കിലും മക്കത്തെ ഖുറൈശിങ്ങനെ ശത്രുവാണെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ മുഹമ്മദിനെ കൊല്ലണോ ചൊന്നിട്ട് വാദം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ മുഹമ്മദിനെ ബായിൽ പണ്ടത് കളവാവില്ല അതുകൊണ്ട് നിന്റെ വ്യഭിചാരത്ത് ഉണ്ടായ ആളുകളുടെ മുഹമ്മദ് ചൊല്ലെ ആള് ചൊന്നിട്ടില്ലെങ്കിൽ അത് സത്യാവസ്ഥ എന്തിനേട് ചൊന്നില്ലെങ്കിൽ കൊല്ലുക ഉമ്മ സുബ്ഹാനല്ലാഹ് വലീദിനെ ബാളുടെ പേടിച്ചിട്ട് ഉമ്മ നേരെ ചൊന്നു കൊടുക്കടോ മോനെ നിന്റെ ബാപ്പക മക്കാവില്ല നിന്റെ ബാപ്പക കിടാവാവില്ല നാണ് ചൊന്ന വിശദീകരിക്കില്ല ഈമാനുള്ളങ്ങളെ ഒരു ഉദാഹരണക്ക് വേണ്ടിയാണ് ഈ സംഭവം ചൊന്നേ ഉമ്മ വിശദീകരിച്ചു കൊടുത്തിട്ട് വലീദിരട്ടിക ചൊല്ലോടോ ഒരാട് മേക്കിടക്കനക്കത്തെ ഒരാളുമായിട്ട് വ്യഭിചരിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ മോനാണ് നീന് അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തനാക്കി നോക്കൂ ഒരു തോടാറിൽ വാഴ കേൾക്കുവന്നെ മോമിനികള് അല്ലാഹുവിന്റെ റസൂലെ ശത്രുങ്ങക്ക് പോലും അല്ലാഹുവിന്റെ റസൂലെ വേണ്ടാത്തത് ചൊന്ന ആളുമാർക്ക് പോലും അല്ലാഹുവിന്റെ റസൂല് കളവ് ചൊല്ല വിശ്വാസം ഇല്ല അല്ലാഹുവിന്റെ റസൂലെ സത്യസന്ധതരെ എല്ലാരും അംഗീകരിച്ചതാണ് നബി തങ്ങളൊട്ടിക നഞ്ചുള്ള ആളുമാര് നബി തങ്ങളൊട്ടിക പകവുള്ള ആളുമാര് നബി തങ്ങളെ കൊല്ലുക നടക്കുന്ന ആളുമാറുക പോലും അല്ലാഹുവിന്റെ റസൂൽ അൽ അമീൻ ചൊല്ല വിഷയത്തിൽ സംശയമില്ല അങ്ങനത്തെ നബിയാണ് ചൊല്ല മുസ്ലിമീങ്ങള് ചാരിത്ര സംരക്ഷിക്കണക്ക് വേണ്ടി ഒരാള് മങ്ങിലാവുരാണ്ട് കണ്ടെങ്കിൽ അവന്റെ സഹായിക്കുന്നത് അല്ലാഹുവിന്റെ ബാധ്യതയാണ് പക്ഷേ ഞങ്ങൾക്കിണ്ടങ്ങനത്തെ സഹായ കണ്ടുകൊണ്ടില്ല മങ്ങിലായ ഉണകിണ്ടങ്ങനത്തെ സഹായ കിട്ടിയത് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടില്ല ദാമ്പത്യ ജീവനങ്ങൾ പരാജയപ്പെട്ടു പോയ സംഭവമാണ് കണ്ടുകൊണ്ടുള്ളത് അല്ലാഹു സഹായത്തെ ഏറ്റെടുത്തിരാണ്ട് കണ്ടെങ്കില് അല്ല സഹായിക്കറാണ്ട് വാഗ്ദാനം ചെയ്തിരാണ്ട് കണ്ടെങ്കില് എന്തേ ഞങ്ങളെ ദാമ്പത്യ ജീവന പരാജയപ്പെടുന്നില്ല കാരണ എന്റെ ഈ മാറുള്ള പെണ്ണുങ്ങളെ നല്ലോണം ചിന്തനാക്കണു ആ
നിക്കാഹ് ചൊല്ലുന്ന പരിശുദ്ധമായ പവിത്രമായ ബന്ധമുണ്ടല്ലേ, ജീവനത്തിൽ ഏറ്റവും വലിയ സമാധാനത്തിന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി തന്നെ ബന്ധമുണ്ടല്ലേ, അത് ഹറാമുടെ മുഖാന്തരം തുടങ്ങുന്നത് കൊണ്ടാണ്, അഥവാ പല ഹറാമും അതിനെ ഉൾഗ ബളിച്ചു കൂട്ടിയത് കൊണ്ടാണ് ഈ സമുദായത്തെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോണുക പോലും കാരണമാവുന്ന രൂപത്തിൽ മങ്ങിലാച്ചുള്ള സുന്ദരമായ ഒരു കാര്യത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ്.